കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വി എം സുധീരൻ, എം ടി പത്മയെ താങ്കൾ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? പ്രിയപ്പെട്ട പത്മയുടെ വേർപാട് വളരെയേറെ വേദനാജനകമാണ്. പത്മയുമായി സംവത്സരങ്ങളുടെ സ്നേഹബന്ധമാണ് എനിക്കുള്ളത്. പത്മ കോഴിക്കോട് ലോ കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്ന കാലത്ത് തന്നെ അവരുമായിട്ട് അടുപ്പമുണ്ട്. അന്ന് അവർ വളരെ KSUവിൽ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. കോഴിക്കോട് നടന്ന KSUവിൻ്റെ 15ാം സംസ്ഥാന സമ്മേളനം. ആ സമ്മേളനത്തിൽ ഞാൻ KSU പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു. ശ്രീ MM ഹസൻ KSU പ്രസിഡന്റായി. ഹസനെ KSU പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ആ ജനറൽ കൗൺസിലിൽ പ്രിയപ്പെട്ട പത്മയെ KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് പത്മ സജീവമായ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. KSU വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മ മലബാറിൽ മേഖലയിൽ മിക്ക സ്ഥലങ്ങളിലും അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തും എത്തി KSU പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വളരെ ആത്മാർത്ഥതയുള്ള സത്യസന്ധതയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ്, പൊതുജന നേതാവായി അവർ ഉയർന്നു. പിന്നീട് അവർ കോൺഗ്രസിന്റെ ജില്ലാ തലങ്ങളിലേക്ക് ഉയർന്നു വന്നു. നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പത്മയെ ഒരുമിച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന മന്ത്രിസഭയിൽ അംഗമായി പ്രവർത്തിക്കാൻ സാധിച്ചത് തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ വി എം സുധീരൻ അങ്ങ് അനുസ്മരിച്ചത്. ഇപ്പോൾ